ഒരു പ്രത്യേക കൊള്ളയാണിത്. അതായത് അതിരാവിലെ മനുഷ്യര് എണീക്കുന്ന മനുഷ്യന്മാര് ഒരു തരം എന്താ പറയുക, ഒരു ഓഫലത്ത് അവരെ ബാധിക്കും. അത് അവര് ആരോഗ്യം എടുത്തിട്ടുണ്ടാവില്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ആക്രമണം വന്നാൽ പെട്ടെന്ന് തിരിച്ചടിക്കാൻ കഴിയും, അതിരാവിലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതന്നെയാണ് ഒരു നിലക്ക് മനുഷ്യര് ഉറങ്ങുന്ന നേരത്തെ അപഹരിക്കുക, അവരെ അറിയാതെ അപഹരിക്കുക, അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ അപഹരിക്കുക തന്നെ വളരെ തന്നെ. അതാണ് ഫൽ മുഗീറത്തി സുബ്ഹാൻ. ഒരാൾക്ക് അയാളുടെ നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ അതിരാവിലെ അയാൾ എന്തെങ്കിലും ചെയ്താൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾക്കൊന്ന് എണീറ്റ് നടന്നൊക്കെ ആയിട്ടൊക്കെ അയാളെ എടുക്കുള്ളൂ, ശരീരം ഒന്ന് എടുക്കുള്ളൂ, ആ നേരത്തെ ചാടും. അതാണ് കൃത്യം പറഞ്ഞ ഫൽ മുഗീറാത്തി സുബ്ഹാൻ. അതായത് ജനങ്ങളെയൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് നോക്കി നിൽക്കേണ്ടി വരും. എന്നിട്ട് അവരുടേത് കൊണ്ടുപോകുക. ഒരു പ്രത്യേക തരം കൊള്ളയാണ്. ഇത് തന്നെയാണ് ലോട്ടറി. ഇതൊക്കെ ഇതിൻ്റെ വകുപ്പുകളാണ്. അതായത് ജനങ്ങൾക്ക് അറിയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എത്രയോ ആളുകളെ സംഭവം ഞാൻ വായിക്കാം. ഞങ്ങളെ കൊള്ളയാണെന്ന് അറിയും, പക്ഷെ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അവർക്ക് അവരാണ് വിധേയരാവും. അതാണ് ഫൽ മുഗീറാത്തി സുബ്ഹ. പ്രഭാത നേരങ്ങളിൽ പെട്ടെന്ന് കൊള്ള ചെയ്യാൻ വേണ്ടി പോകുന്നു. ഗോത്രങ്ങളുടെ നടുവിൽ വന്നിട്ട് പൊടിപടലങ്ങൾ കുതിരകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് പൊടിപടലങ്ങളെ ഉയർത്തും. അതെന്തിനാ? വീണ്ടും വീണ്ടും ഒരു തിരിച്ചറിയായ്മ ഉണ്ടാക്കുക. ഭയങ്കര ഖുർആൻ ആ ഭാഷ കൊണ്ടുവന്ന ശൈലി നിങ്ങൾ നോക്കുക. ഒന്ന് രാവിലെ ആകുക, ഒന്ന് ഗോത്രങ്ങളുടെ ഇടയിലാണ് വന്നിട്ട് പൊടിപടലങ്ങൾ കൊണ്ട് ഉയർത്തും. അപ്പോൾ പിന്നെ എന്താ നടന്നെന്ന് ആർക്കും അറിയില്ല. ഇന്നത്തെ നമ്മളെ പോലെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത മുറ്റമൊന്നുമല്ലല്ലോ. ഗോത്രങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതിന് ഗോത്രങ്ങളുടെ ഇടയിൽ തമ്പുകൾക്കിടയിൽ വന്നിട്ട് ഇങ്ങനെ കുതിരകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചില പ്രത്യേക സീൽക്കാരത്തോടുകൂടെ കുതിര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് പൊടിപടലങ്ങൾ ഉയർത്തും. അതിനിടയിൽ കൊള്ളയും. എന്നിട്ട് പറഞ്ഞു ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിബിൽ ഖൈരി ലശദീദ്. തൻ്റെ കാര്യം, തൻ്റെ നേട്ടം, അതല്ലാത്തൊരു ചിന്തയും അവനില്ല. തനിക്ക് നേടണം, തനിക്ക് ഉണ്ടാക്കണം, തൻ്റെതല്ലാത്തൊരു കാര്യം അവൻ ആലോചിക്കുന്നില്ല. അങ്ങനെയാണ്. അന്ത്യനാളിൽ വിവരമറിയും. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഞാൻ പറയുന്ന ഗൗരവമായ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മൾ ഇത് സിക്കിം ലോട്ടറി ആയാലും മണിപ്പൂർ ലോട്ടറി ആയാലും ഭൂട്ടാൻ മേഘാലയ ലോട്ടറി ആയാലും കേരള ലോട്ടറി ആയാലും എല്ലാ ലോട്ടറികളെയും നിരോധിക്കണമെന്നാണ് ഖുർആനിക പക്ഷ വായന. എന്തുകൊണ്ട്? നിഷ്ക്രിയരായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ മാത്രമേ ലോട്ടറി ഉപകരിക്കുള്ളൂ. കൃത്യമായി ഇവിടെ പറഞ്ഞല്ലോ. ഓൺലൈൻ ലോട്ടറിയുടെ മുന്നിൽ വന്നിട്ട് ആളുകൾ ക്യൂ നിന്നു. ഇവിടെ ഉമ്മൻചാണ്ടി സാർ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ഭരണകാലത്ത് നിരോധിച്ചു. ദിവസം മണിക്കൂറിന് നറുക്കെടുക്കുന്ന ലോട്ടറികളുണ്ട്. ആരാ വരുന്നത്? കൈക്കരുത്തുള്ള മല്ലന്മാർ, കരുത്തുള്ളവർ. മനുഷ്യൻ അവന്റെ ആരോഗ്യത്തെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കണം. അതിന് പകരം അവൻ ഭാഗ്യ പരീക്ഷണത്തിന്റെ ജീവികളാകുക. ലക്ഷ്യം എപ്പോഴും ഭാഗ്യ പരീക്ഷണമാവുക. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തിന്റെ കഥ പറയുന്നുണ്ട്. അവിടെ ഒരു നാട്ടിലെ കഥ പറയുന്നുണ്ട്. അവിടെ ഒന്ന് വായിക്കാം. മനുഷ്യന്മാരെ മനസ്സാണ് നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടത്. കേരളത്തിൽ ഏതോ ലക്ഷ്യത്തിലേക്ക് കാലുകൾ വലിച്ചു വെച്ച് പായുന്ന അനവധി സാധാരണക്കാരെ പ്രഭാതങ്ങളിൽ ഇവിടെ കാണാം. അതിരാവിലെ ശ്രദ്ധിക്കണേ. കണ്ണടച്ചും തുറന്നും ഇരുന്ന് ഉറങ്ങുന്ന ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മുന്നിലൂടെയാണ് ഈ മനുഷ്യർ പായുന്നത്. അതിർത്തിയിൽ നിന്ന് വെളിപ്പാടകലെയുള്ള ഓല ഷെഡിലേക്കാണ് ഓട്ടം. രാവിലെ എണീറ്റാൽ ഉടനെ ജനങ്ങൾ ഓടുകയാണ്. സിനിമാശാല പോലെ തോന്നിക്കും ആനക്കട്ടിയിലെ സുപ്രസിദ്ധമായ ഈ ചൂതാട്ട കേന്ദ്രം. രോഷാകുലരായ ജനം ഇടക്കൊക്കെ ഇത് തല്ലിപ്പൊളിക്കും, വീണ്ടും കെട്ടിപ്പൊക്കും. ദിവസങ്ങളായി പൂട്ടിയ നിലയിലാണ്. അതിരാവിലെ സജീവമാകുന്ന കേന്ദ്രം ഇടപാടുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഇവിടെയുണ്ട്. ഒരേ സമയം 500 1000 ആളെത്തിയാലും മാനേജ് ചെയ്യാൻ ജീവനക്കാരുണ്ട്. ഓരോ 15 മിനിറ്റിലും ഫലപ്രഖ്യാപനമുള്ള ലോട്ടറിയാണ് വിൽപ്പന. 15 മിനിറ്റിൽ ഫലപ്രഖ്യാപനമുള്ള ലോട്ടറി. 0 മുതൽ 9 വരെയുള്ള നമ്പറുകളിൽ വിവിധ സീരിയലുകളായാണ് ടിക്കറ്റുകൾ. ഇഷ്ട നമ്പർ ചോദിച്ചു വാങ്ങാം. ഒരു നമ്പറിന് വില 12 രൂപ, സമ്മാനം 100 രൂപ. രാവിലെ എങ്ങനെ പണിക്കുക?
നിങ്ങൾ ചിന്തിക്കുക. 12 റുപ്യ കൊടുത്താൽ 100 റുപ്യ കിട്ടും. സമ്മാനം 100 രൂപ. രാവിലെ 9-നാണ് ആദ്യ നറുക്കെടുപ്പ്, അവസാനത്തത് വൈകിട്ട് 6-നും. ഓരോ 15 മിനിറ്റിലും നറുക്കെടുപ്പുണ്ടതാണ്. ഫലം എത്തുന്നത് ഫോൺ വഴിയാണ്. ഇടപാടുകാർക്ക് വിശ്രമിക്കാനും സൗകര്യമുണ്ട്. കച്ചറയുണ്ടാക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ മൊട്ടത്തലയും കൊമ്പൻ മീശയുമുള്ള തമിഴ് ഗുണ്ടകളുമുണ്ട്. വശ്യമായി സംസാരിച്ച് ഇടപാടുകാരെ ആകർഷിക്കുന്ന മലയാളി മാന്യന്മാരും കേന്ദ്ര നടത്തിപ്പിന് സഹായിക്കും. കയ്യിലുള്ളതെല്ലാം തുലച്ച് പാളീസായാൽ നിരാശപ്പെടേണ്ടതില്ല. വൈകിട്ട് വീട്ടിലെത്താനുള്ള വണ്ടിക്കൂലി കേന്ദ്രത്തിൽ നിന്ന് ഫ്രീ ആയി കിട്ടും. എന്താ നിങ്ങൾ ആലോചിക്കുക? നിങ്ങൾ 1 നൂറ്റാണ്ടിന്റെ മുമ്പുള്ള പോളണ്ടിലെ ചൂതാട്ട കേന്ദ്രത്തിന്റെ കഥയാണ് ദസ്തേവ്സ്കി ചൂതാട്ടക്കാരിൽ പറഞ്ഞത്. ഇത് എല്ലാ വിവരവും ഉണ്ട് എന്ന് എല്ലാം നമ്മൾ പറയാം. നമ്മൾ വിവരമുള്ളവരാണ്. എന്ത് വിവരം? നമുക്കൊരു വിവരമില്ല. നമ്മൾ സുഫഹാ ഉൽ അഹ്ലാം, വിഡ്ഢിത്തത്തിന് സ്വപ്നം പേറുന്നവർ എന്ന് മുഹമ്മദ് നബി പറഞ്ഞ് കൃത്യമായി നമ്മളെ പറ്റിയാണ്. കേരളത്തിൽ അടുത്ത കാലത്ത് സ്വപ്നമാണ് വളർന്നത്, ഉറപ്പ്. അത് നിങ്ങൾ അംഗീകരിക്കും. കേരളം ഒരു സ്വപ്ന ഭൂമിയാണിപ്പോൾ. എല്ലാം നിർമ്മാണമില്ലാതെ ഭൂമിക്ക് വില കൂടുക. ഒരു നിർമ്മാണമുണ്ട് ഇല്ല, ഒന്നുമില്ല. ഒരു ഭൂമി ഇത് തന്നെ ഞാൻ വാങ്ങി. എത്രക്ക് വിറ്റു? ഞാൻ 10,000-ന് വാങ്ങി. ഉടനെ ഞാൻ അപ്പുറത്തെ പീടിയെ കയറിയിരുന്നു, 25,000-ന് വിറ്റു. ഒന്നും നടന്നിട്ടില്ല. ആ 25,000 കഴിഞ്ഞ് അപ്പുറത്തേക്ക് തിരിച്ച് ഇങ്ങോട്ട് വാങ്ങി. അപ്പോഴത്തിന് അത് 1,00,000-ന് വിറ്റു. പിന്നെ 2 ദിവസം തിരിഞ്ഞപ്പോഴത്തിന് അത് 2,00,000-ന് വിറ്റു. ഒന്നും നടന്നിട്ടില്ല, ഒന്നുമില്ല. ആദ്യത്തെ ആൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല, കുറ്റിക്കൽ പൈസ കൊടുത്തിട്ടില്ല. അങ്ങോട്ട് കയറി തന്നെ. സ്വപ്നാണ്. അങ്ങനെയാ സ്വപ്നത്തിന്റെ മേലെ സ്വപ്നം വിതക്കുക. സ്വപ്നം വിതച്ച് നേടുക. സ്വപ്നം വിതച്ചാൽ അങ്ങനത്തെ ഒരു പാട്ടുണ്ടോന്നും എനിക്ക് തോന്നി. സ്വപ്നത്തിനെ പറ്റി എന്തോ ഒരു പാട്ടുള്ളത് പോലെ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പാട്ട് എവിടെയോ കേട്ടതുപോലെ തോന്നി. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു പാട്ടിൽ അങ്ങനെ സ്വപ്നം വിതക്കുന്ന ആളുകളാണ് സ്വപ്നമൊക്കെ. ആരാ ചെയ്യുന്ന നല്ല കൈക്കരുത്തുകൾ? ഈ കൈക്കരുത്തുള്ള ആൾ പണിക്കൂല്ല, നിർമ്മാണം നടക്കില്ല, ഒന്നും നടക്കില്ല. ഇതെങ്ങനെ ഇടും? കൊല്ലങ്ങളായി നിർമ്മാണമില്ലല്ലോ, ഒന്നുമില്ല, എവിടെയില്ല നിർമ്മാണം. നിർമ്മാണങ്ങളില്ല, കൃഷിയില്ല, കച്ചവടമില്ല, ഒന്നുമില്ല. ചെറുപ്പക്കാരെ ഗൾഫ് നിർത്തിയിട്ട് സ്വപ്നത്തിന് പിന്നാലെ. ഗൾഫ് നിർത്തി. ഗൾഫൊക്കെ അവിടെ പോയ ഒരു പണിയെടുക്കണം, കൊണ്ട് പണിയില്ല, ഒരു പണിക്കും ഇല്ല. എന്താണ് കാര്യം? എന്തോ കൊണ്ടുകൊണ്ടത് പൈസ അതിലേക്ക് നടക്കുക.